ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നലെ ടോപ്പിക്സ് കവർ ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോ ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇടാൻ പറ്റാഞ്ഞത്. കാരണം വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് ആ ബാക്കിയുള്ള GKs ഫുള്ള് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പക്ഷെ സേവ് ചെയ്തപ്പോൾ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതുമാണ്, പക്ഷെ എന്തോ കാരണവശാൽ അത് സേവ് ആയില്ല. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ റിവിഷൻ ഡേ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാങ്കേതിക തകരാറുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് റിവിഷൻ ഡേയിൽ തന്നെ ബാക്കിയുള്ള ടോപ്പിക്സ് കവർ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ റിവിഷൻ എങ്ങനെയായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം തുടക്കമായതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. എന്തായാലും ഇനി ഇങ്ങനെയുള്ള മിസ്റ്റേക്സുകൾ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്ത് ഇനി അങ്ങനെ ഒന്നും വരാതിരിക്കാനുള്ള മാക്സിമം എന്താണ് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് അപ്ഡേറ്റഡ് ആക്കി നല്ല രീതിയിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള GK ചോദ്യങ്ങൾ കൂടി ചോദിക്കാം, നമുക്ക് നോക്കാം. അതായത് LDC 2017 എറണാകുളം കണ്ണൂർ റീജിയനിലെ ബാക്കിയുള്ള GK ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 28ാമത്തെ ചോദ്യം, 27 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. 28ാമത്തെ ചോദ്യം, മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം? A 1658, B 1745, C 1568, D 1468. ഇതിൻ്റെ ഉത്തരം 1568 1568. അപ്പോൾ മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം 1568 1568. ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂതപ്പള്ളി എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂതപ്പള്ളി ഏതാണ്? മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴയ, അതായത് സിനിഗോഗ് ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴയ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ്. ഈ ജൂതപ്പള്ളി തന്നെ സിനഗോഗ് എന്നും അറിയപ്പെടാറുണ്ട്. എന്താണ്? സിനഗോഗ് എന്നും അറിയപ്പെടാറുണ്ട്. ഇപ്പോൾ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴയ സിനഗോഗ് അഥവാ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി സ്ഥാപിച്ചത് ജോസഫ് അസാറാണ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി സ്ഥാപിച്ചത്. പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ്. അപ്പോൾ പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ്. നമ്മൾ പറഞ്ഞു സിനഗോഗ് എന്ന് പറഞ്ഞാൽ ജൂതപ്പള്ളിയാണ്. അപ്പോൾ പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ്. ജൂതന്മാർ കേരളത്തിലെത്തിയ വർഷം AD 68. ജൂതന്മാർ കേരളത്തിലെത്തിയ വർഷം AD 68. ജൂതന്മാർ എന്നാണ് കേരളത്തിലെത്തിയത്? AD 68. ജൂതന്മാരുടെ കേരളത്തിലെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. ജൂതന്മാരുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. കേരളത്തിലെ ജൂതന്മാർ കുടിയേറി പാർത്തത് മധ്യേഷ്യയിലെ ഏത് പ്രദേശത്ത് നിന്നാണ്? ഇപ്പോൾ പാലസ്തീനിൽ നിന്നാണ്. കേരളത്തിലേക്ക് ജൂതന്മാർ കുടിയേറി പാർത്തത് മധ്യേഷ്യയിലെ ഏത് പ്രദേശത്ത് നിന്നാണ്? പാലസ്തീനിൽ നിന്നാണ് കേരളത്തിലേക്ക് ജൂതന്മാർ കുടിയേറി പാർത്തത്. കേരളത്തിൽ കുടിയേറിയ ജൂതന്മാരുടെ തലവനാണ് ജോസഫ് റബ്ബാൻ. അപ്പോൾ കേരളത്തിലേക്ക് കുടിയേറിയ ജൂതന്മാരുടെ തലവനാണ് ജോസഫ് റബ്ബാൻ. ചരിത്രപ്രസിദ്ധമായ ജൂതത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ്. അപ്പോൾ ചരിത്രപ്രസിദ്ധമായ ജൂതത്തെരുവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മട്ടാഞ്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജൂതന്മാരുടെ കേരളത്തിലെ വ്യാപാര സംഘമാണ് അഞ്ചുവണ്ണം. ജൂതന്മാരുടെ കേരളത്തിലെ വ്യാപാര സംഘം അറിയപ്പെടുന്നത് അഞ്ചുവണ്ണം എന്നാണ്. ജൂതപ്പള്ളിയുടെ 400ാം വാർഷികം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ജൂതപ്പള്ളിയുടെ 400ാം വാർഷികം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളി ഏതാണ്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. അതെവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളി. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം കബറടക്കിയത് എവിടെയാണ്? ഈ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയിലെ ഈ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം കബറടക്കിയത്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ടയാണ്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. 1503 മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ട മാനുവൽ കോട്ടയാണ്. അപ്പം 1503 മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച ആദ്യത്തെ കൊട്ടാരം മട്ടാഞ്ചേരി കൊട്ടാരം. യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച ആദ്യത്തെ കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. അപ്പോൾ യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച ആദ്യത്തെ കൊട്ടാരം ഏതാണ്? മട്ടാഞ്ചേരി കൊട്ടാരം. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച ആദ്യത്തെ കൊട്ടാരം മട്ടാഞ്ചേരി കൊട്ടാരമാണ്. അപ്പോൾ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, അതേപോലെ തന്നെ മട്ടാഞ്ചേരി കൊട്ടാരം, ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന കൊട്ടാരം ഏതാണ്? മട്ടാഞ്ചേരി കൊട്ടാരമാണ്. ബാൽഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ഡച്ചുകാരാണ്. ബാൽഗാട്ടി പാലസ്
പണി കഴിപ്പിച്ചതാരാണ്? ഡച്ചുകാരാണ്. അപ്പോൾ മാനുവൽ കോട്ടയുടെ വേറെ പേരുകൾ ഏതൊക്കെയാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട നിർമ്മിച്ചത് 1503 ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട എന്നറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. ഇനി യൂറോപ്യർ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച ആദ്യത്തെ കൊട്ടാരം ഏതായിരുന്നു? മട്ടാഞ്ചേരി കൊട്ടാരമാണ്. ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നതും ഈ മട്ടാഞ്ചേരി കൊട്ടാരമാണ്. ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ഡച്ചുകാരാണ്. ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ഡച്ചുകാരാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്, കൊച്ചിയിലാണ്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം കബറടക്കിയത് എവിടെയാണ്? ഈ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളും അത് നടന്ന വർഷങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. കുളച്ചൽ യുദ്ധം നടന്നത് 1741. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. തൃപ്പടിദാനം നടന്നത് 1750. തൃപ്പടിദാനം നടന്നത് 1750. കുണ്ടറ വിളംബരം നടന്നത് 1809. കുണ്ടറ വിളംബരം 1809 1809 കുണ്ടറ വിളംബരം നടന്നത്. കുറിച്യാർ ലഹള നടന്നത് 1812. കുറിച്യാർ ലഹള 1812 നടന്നു. ചാന്നാർ ലഹള 1859 1859 ചാന്നാർ ലഹള നടന്നത്. മലയാളി മെമ്മോറിയൽ 1891 നടന്നത്. മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1 നടന്നത്. ഈഴവ മെമ്മോറിയൽ 1896 നടന്നു. ഈഴവ മെമ്മോറിയൽ 1896 നടന്നു. തളിക്ഷേത്ര പ്രക്ഷോഭം 1917 നടന്നത്. തളിക്ഷേത്ര പ്രക്ഷോഭം 1917 നടന്നത്. മലബാർ കലാപം 1921. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ്? 603 ദിവസം നീണ്ടു നിന്നാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 തുടങ്ങി 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. ഉപ്പ് സത്യാഗ്രഹം 1930 നടന്നു. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നടന്നു. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നടന്നു. നിവർത്തന പ്രക്ഷോഭം 1932 നടന്നു. വൈദ്യുതി പ്രക്ഷോഭം 1936 നടന്നു. വൈദ്യുതി പ്രക്ഷോഭം 1936, നിവർത്തന പ്രക്ഷോഭം 1932, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ഉപ്പ് സത്യാഗ്രഹം 1930. അപ്പോൾ 3 സത്യാഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 തുടങ്ങി 1925 നവംബർ 23 അവസാനിച്ചു. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. ഉപ്പ് സത്യാഗ്രഹം 1930 ആണ് ആരംഭിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1 ആരംഭിച്ചു. അടുത്തത് നിവർത്തന പ്രക്ഷോഭവും വൈദ്യുതി പ്രക്ഷോഭവും. നിവർത്തന പ്രക്ഷോഭം 1932, വൈദ്യുതി പ്രക്ഷോഭം 1936. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. കല്ലറ പാങ്ങോട് സമരം 1938. കല്ലറ പാങ്ങോട് സമരം 1938. മൊറാഴ സമരം 1940. കയ്യൂർ സമരം 1941. കരിവള്ളൂർ സമരം 1946. അപ്പോൾ കയ്യൂർ സമരം 1941, കരിവള്ളൂർ സമരം 1946. കല്ലറ പാങ്ങോട് സമരം 1938, മൊറാഴ സമരം 1940 നടന്നു. തോൽവിറക സമരവും നടന്നത് 1946. അപ്പോൾ കരിവള്ളൂർ സമരവും അതേപോലെ തന്നെ തോൽവിറക് സമരവും 1946 നടന്നത്. അതുമാത്രമല്ല പുന്നപ്ര വയലാർ സമരവും 1946 നടന്നത്. അപ്പോൾ 1946 നടന്ന 3 സമരങ്ങളാണ് കരിവള്ളൂർ സമരം, തോൽവിറക് സമരം, പുന്നപ്ര വയലാർ സമരം. കയ്യൂർ സമരം നടന്നത് 1941. പാലിയം സത്യാഗ്രഹം നടന്നത് 1947-48 കാലഘട്ടത്തിലാണ്. പാലിയം സത്യാഗ്രഹം 1947-48 കാലഘട്ടത്തിലാണ്. മാഹി വിമോചന സമരം 1948. മാഹി വിമോചന സമരം 1948. ഒരണ സമരം നടന്നത് 1957. മുത്തങ്ങ സമരം 2003 നടന്നു. മുത്തങ്ങ സമരം 2003, ഒരണ സമരം 1957 നടന്നു. അപ്പോൾ പ്രധാന സംഭവങ്ങളും ഇത് നടന്ന വർഷങ്ങളും ഒന്നുകൂടി നോക്കാം. ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, തൃപ്പടിദാനം 1750 1750, കുണ്ടറ വിളംബരം 1809, കുണ്ടറ വിളംബരം 1809 1809, കുറിച്യാർ ലഹള 1812,
ചാന്നാർ ലഹള 1859 1859, മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896, തളിക്ഷേത്ര പ്രക്ഷോഭം 1917, മലബാർ കലാപം 1921, വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. ഉപ്പു സത്യാഗ്രഹം 1930, ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1, നിവർത്തന പ്രക്ഷോഭം 1932, വൈദ്യുതി പ്രക്ഷോഭം 1936, ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12, കല്ലറ പാങ്ങോട് സമരം 1938, മൊറാഴ സമരം 1940, കയ്യൂർ സമരം 1941, കരിവള്ളൂർ സമരം 1946, തോൽവിറക് സമരം 1946, പുന്നപ്ര വയലാർ സമരം 1946, കയ്യൂർ സമരം 1941, പാലിയം സത്യാഗ്രഹം 1947-48 കാലഘട്ടത്തിൽ, മാഹി വിമോചന സമരം 1948, ഒരണ സമരം 1957, മുത്തങ്ങ സമരം 2003 നടന്നു. ഇത് ഇത്രയുമാണ് കേരളത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളും വർഷങ്ങളും. അപ്പോൾ നമ്മുടെ ചോദ്യം മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷമാണ് ചോദിച്ചിരുന്നത്. അത് 1568 ഇന്ത്യയിൽ ഏറ്റവും പഴയ ജൂതപ്പള്ളിയായിട്ട് അറിയപ്പെടുന്നത് മട്ടാഞ്ചേരിയാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴയ സിനഗോഗ് അഥവാ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി സ്ഥാപിച്ചത് ജോസഫ് അസാറാണ്. പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ്. ജൂതന്മാർ കേരളത്തിലെത്തിയ വർഷം AD 68. ജൂതന്മാരുടെ കേരളത്തിലെ ആസ്ഥാനമാണ് കൊടുങ്ങല്ലൂർ. കേരളത്തിലേക്ക് ജൂതന്മാർ കുടിയേറി പാർത്തത് മധ്യേഷ്യയിലെ ഏത് പ്രദേശത്ത് നിന്നാണ്? പാലസ്തീനിൽ നിന്നാണ്. കേരളത്തിൽ കുടിയേറിയ ജൂതന്മാരുടെ തലവൻ ജോസഫ് റബ്ബാനാണ്. ചരിത്രപ്രസിദ്ധമായ ജൂതത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ്. ജൂതന്മാരുടെ കേരളത്തിലെ വ്യാപാര സംഘമാണ് അഞ്ചുവണ്ണം. ജൂതന്മാരുടെ കേരളത്തിലെ വ്യാപാര സംഘമാണ് അഞ്ചുവണ്ണം. ജൂതപ്പള്ളിയുടെ 400-ാം വാർഷികം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ പള്ളി. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം കബറടക്കിയത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ടയാണ്. 1503 മാനുവൽ കോട്ട സ്ഥാപിച്ചത്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകൾ അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച ആദ്യത്തെ കൊട്ടാരം മട്ടാഞ്ചേരി കൊട്ടാരമാണ്. 1555 മട്ടാഞ്ചേരി കൊട്ടാരം പണി കഴിപ്പിച്ചത്. ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന കൊട്ടാരം മട്ടാഞ്ചേരി കൊട്ടാരമാണ്. ബാൽഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ഡച്ചുകാരാണ്. ഇത് ഇത്രയുമാണ് ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ്. അടുത്ത ചോദ്യം, ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 29. അതിൻ്റെ ഓപ്ഷൻസ് 243, 330, 332. സോറി ഫ്രണ്ട്സ്, ആരോഗ്യനിലയം കുറച്ച് മോശമാണ്, പനിയാണ്, സോറി. എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. ആ ചോദ്യം, ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. A 243, B 330, C 332, D 46. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 330 ആണ്. അപ്പോൾ ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 330 ആണ്. ലോക്സഭയിലുള്ള പട്ടികജാതി സംവരണ സീറ്റുകൾ 84. ലോക്സഭയിലെ പട്ടികവർഗ സംവരണ സീറ്റുകൾ 47. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2. അപ്പോൾ ലോക്സഭയിലാണെങ്കിൽ പട്ടികജാതി സംവരണ സീറ്റുകൾ മൊത്തം 84 എത്രയാണ്? 84. ഇനി ലോക്സഭയിൽ പട്ടികവർഗ സംവരണ സീറ്റുകളാണെങ്കിൽ 47 രാജ്യസഭയിൽ SC/STക്ക് സംവരണമില്ല. രാജ്യസഭയിൽ എന്തില്ല? SC/STക്ക് സംവരണമില്ല. എന്നാൽ ലോക്സഭയിലെ പട്ടികജാതി അഥവാ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ SC സംവരണ സീറ്റുകൾ 84. ലോക്സഭയിലെ പട്ടികവർഗ അഥവാ ST സംവരണ സീറ്റുകൾ 47. കേരള നിയമസഭയിലെ പട്ടികജാതി അഥവാ SC അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് സംവരണ മണ്ഡലങ്ങൾ 14. കേരള നിയമസഭയിലെ പട്ടികവർഗ അഥവാ ST സംവരണ മണ്ഡലങ്ങൾ 2. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1992 മാർച്ച് 12. അപ്പോൾ 1992 മാർച്ച് 12 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. 1990
65-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ 1990-ലെ 65-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംദൻ ആയിരുന്നു. അപ്പോൾ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംദൻ ആയിരുന്നു. ആരായിരുന്നു? ശ്രീ രാംദൻ ആയിരുന്നു ആദ്യ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ. സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തത് 2003-ലെ 89-ാം ഭേദഗതി വഴിയാണ്. അപ്പോൾ ആദ്യം എന്തായിട്ടായിരുന്നു? സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനായിട്ടായിരുന്നു. അത് 1990-ലെ 65-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഈ ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാൽ 2003-ലെ 89-ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തു. ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളാണ്, അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഏത്? ഈ ദേശീയ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004-ലാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004-ലാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 338-ആണ്. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 338-ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ അഥവാ നാഷണൽ SC കമ്മീഷൻ അഥവാ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ അത് ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338-ആണ്. ഈ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ 5-ആണ്. ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 338 ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്ന പ്രസിഡന്റ്. പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ 5. പട്ടികജാതി കമ്മീഷനെയും ചെയർമാന്റെയും അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാനായിരുന്നു സൂരജ് ഭാൻ. ഇപ്പോൾ സൂരജ് ഭാൻ ആയിരുന്നു ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലത്തെ ചെയർമാൻ ഇത് നമ്മൾ ലാസ്റ്റ് ഒരു എക്സാമിന് 2 ദിവസം മുമ്പായിട്ട് നമ്മൾ എല്ലാ പോസ്റ്റുകളും അതേപോലെ തന്നെ അതായത് വിവരാവകാശ കമ്മീഷണർ, മനുഷ്യാവകാശ കമ്മീഷണർ, അതേപോലെ പട്ടികജാതി കമ്മീഷണർ അതെല്ലാം കൂടി അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ അപ്പോൾ പറഞ്ഞു പോകുന്നതാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 338A. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 338A. എന്നാൽ ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദ വകുപ്പായിരുന്നു 338. അപ്പോൾ 338Aയും ഓർക്കുക. 338 SC കമ്മീഷൻ, 338 ST കമ്മീഷനാണ്. 338 SC കമ്മീഷനാണ്, 338A ST കമ്മീഷനാണ്. അപ്പോൾ 338 SC കമ്മീഷൻ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷനാണ്. 338A എന്ന് പറയുന്നത് ST കമ്മീഷനെ പ്രതിപാദിക്കുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നതും പ്രസിഡന്റ് തന്നെയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അംഗസംഖ്യ 5 പേരാണ്, ചെയർമാൻ ഉൾപ്പെടെ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷം തന്നെയാണ്. അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷനായാലും ദേശീയ പട്ടികജാതി കമ്മീഷനായാലും അംഗസംഖ്യ 5ഉം ഇവരുടെ കാലാവധി 3 വർഷവും ഇവരുടെ അംഗങ്ങളെയും ചെയർമാനെയും തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റുമാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനായിരുന്നു കൻവർ സിംഗ്. അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ കൻവർ സിംഗ് ആയിരുന്നു 2004. ഇനി അതേപോലെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാനായിരുന്നു സൂരജ് ഭാൻ ആയിരുന്നു 2004. ഇനി നിലവിലുള്ള ആൾക്കാരുടെ പേര് നമ്മൾ 2 ദിവസം മുമ്പായിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. കാരണം ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കത്തില്ല. എന്നാലും നമ്മൾ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിന് 2 ദിവസം മുമ്പായിട്ടുള്ള ഡീറ്റെയിൽസിൽ പറയുന്നതാണ്. ഇനി അനുച്ഛേദം 341 എന്ന് പറയുന്നത് പട്ടികജാതിക്കാരെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 342 പട്ടികവർഗക്കാരെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക.
അതായത് അനുച്ഛേദം 341 പട്ടികജാതിക്കാരെ കുറിച്ച് എസ്സിക്കാരെ പ്രതിപാദിക്കുന്നു. ഇനി 342 ആണെങ്കിലോ പട്ടികവർഗ്ഗക്കാരെ കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്നാൽ 338 ആണെങ്കിൽ ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. 338A ആണെങ്കിൽ ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ ഈ ചോദ്യം ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 330. ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 330. ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭയിലെ പട്ടികജാതി സംവരണ സീറ്റുകൾ 84 ആണ്. ലോക്സഭയിലെ പട്ടികവർഗ സംവരണ സീറ്റുകൾ 47 ആണ്. രാജ്യസഭയിൽ SC/STക്ക് സംവരണമില്ല. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14ഉം കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2ഉം ആണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1992 മാർച്ച് 12-നാണ്. 1990-ലെ 65ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാനായിരുന്നു ശ്രീ രാംധൻ. ഇത് സംയുക്ത ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ്. അതിന്റെ ആദ്യ ചെയർമാനാണ് ശ്രീ രാംധൻ. സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തത് 2003-ലെ 89ാമത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളാണ്. ഇവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004-ലാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 338. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. 5 മൊത്തം അംഗസംഖ്യ 5 പേരാണ്. അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ആദ്യ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് സൂരജ് ഭാൻ 2004. ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 338A. ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അംഗസംഖ്യ 5 ആണ്. അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ആദ്യത്തെ അധ്യക്ഷൻ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ കൻവർ സിംഗ് ആണ് 2004. ഇനി അനുച്ഛേദം 341 പട്ടികജാതിക്കാരെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 342 പട്ടികവർഗക്കാരെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? എ. എസ് ആനന്ദ്, ബി. KG ബാലകൃഷ്ണൻ, സി. രാജേന്ദ്ര ബാബു, ഡി. HL ദത്തു. ഇത് 2017 നടന്ന എക്സാമാണ്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഉത്തരം HL ദത്തു ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആയി നിൽക്കുന്ന വ്യക്തി അരുൺ കുമാർ മിശ്രയാണ്. അരുൺ കുമാർ മിശ്ര. അപ്പോൾ അരുൺ കുമാർ മിശ്രയാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. അപ്പോൾ HL ദത്തു മാറി അരുൺ കുമാർ മിശ്രയായി. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് അരുൺ കുമാർ മിശ്ര. ഇനി നിലവിൽ ഇന്ത്യയുടെ കുറച്ച് ഇപ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി അങ്ങനെ കുറച്ച് പദവികളും അത് അലങ്കരിക്കുന്ന വ്യക്തികളും ആരൊക്കെയാണെന്ന് നോക്കാം. പ്രസിഡന്റ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദ് ആണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു. വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ചീഫ് ജസ്റ്റിസ് നുതലപടി വെങ്കട രമണ. 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് നുതലപടി വെങ്കട രമണ. ആരാണ്? നുതലപടി വെങ്കട രമണ. നുതലപടി വെങ്കട രമണ 48ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് നുതലപടി വെങ്കട രമണ. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ KK വേണുഗോപാലാണ്. അറ്റോർണി ജനറൽ KK വേണുഗോപാലാണ്. അറ്റോർണി ജനറൽ KK വേണുഗോപാലാണ്. CAG അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ടിരിക്കുന്നത് GC മുർമു ആണ്. CAG ആരാണെന്ന് ചോദിച്ചാൽ GC മുർമു ആണ്. GC മുർമു ആണ് ഇപ്പോഴത്തെ CAG. രാജ്യസഭ ചെയർമാൻ വെങ്കയ്യ നായിഡു ആണ്. രാജ്യസഭ ചെയർമാൻ വെങ്കയ്യ നായിഡു ആണ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായൺ സിംഗ് ആണ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായൺ സിംഗ് ആണ്. അപ്പോൾ ചെയർമാൻ വെങ്കയ്യ നായിഡു, ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായൺ സിംഗുമാണ്. അതേപോലെ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ദേശ് ദീപക് വർമ്മയാണ്. രാജ്യസഭ സെക്രട്ടറി ജനറൽ ദേശ് ദീപക് വർമ്മയാണ്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അനൂപ് ചന്ദ്ര പാണ്ഡെയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? അനൂപ് ചന്ദ്ര പാണ്ഡെയാണ്.
ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്കാൽ കുമാർ സിംഗ് ആണ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്കാൽ കുമാർ സിംഗ് ആണ്. ഉത്കാൽ കുമാർ സിംഗ് ആണ് ഇപ്പോഴത്തെ ലോക്സഭാ സെക്രട്ടറി ജനറൽ. രാജ്യസഭാ സെക്രട്ടറി ജനറൽ നമ്മൾ പറഞ്ഞു ദേശ് ദീപക് വർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മയാണ്. UPSC ചെയർമാൻ പ്രദീപ് കുമാർ ജോഷിയാണ്. UPSC ചെയർമാൻ പ്രദീപ് കുമാർ ജോഷിയാണ്. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സഫറുൽ ഇസ്ലാം ഖാനാണ്. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സഫറുൽ ഇസ്ലാം ഖാനാണ്. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സഫറുൽ ഇസ്ലാം ഖാനാണ്. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വിജയ് സാംപ്ലയാണ്. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വിജയ് സാംപ്ലയാണ്. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഹർഷദ് ചൗഹാനാണ്. ഹർഷദ് ചൗഹാനാണ് പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. ഇപ്പോൾ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഹർഷദ് ചൗഹാനും പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വിജയ് സാംപ്ലയുമാണ്. നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാറാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണ് നീതി ആയോഗിന്റെ ചെയർമാൻ. നീതി ആയോഗിന്റെ വൈസ് ചെയർമാനായി നിൽക്കുന്ന വ്യക്തിയാണ് രാജീവ് കുമാർ. കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവാണെയാണ്. അപ്പോൾ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവാണെയാണ്. വ്യോമസേനാ മേധാവി രാകേഷ് കുമാർ സിംഗ് ബഡൌറിയാണ്. ആരാണ്? രാകേഷ് കുമാർ സിംഗ് ബഡൌറിയ. അദ്ദേഹമാണ് വ്യോമസേനാ മേധാവി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലാണ്. നാവികസേനാ മേധാവി കരംബീർ സിംഗ് ആണ്. നാവികസേനാ മേധാവി കരംബീർ സിംഗ് ആണ്. CBIയുടെ പുതിയ ഡയറക്ടർ സുബോധ് കുമാർ ജയ്സ്വാൾ ആണ്. CBIയുടെ പുതിയ ഡയറക്ടറാണ് സുബോധ് കുമാർ ജയ്സ്വാൾ ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട പദവികളും അതലങ്കരിക്കുന്ന വ്യക്തികളും ഒന്നുകൂടി പറയാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അരുൺ കുമാർ മിശ്രയാണ്. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ്. വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ചീഫ് ജസ്റ്റിസ് നുത്തലപടി വെങ്കടരമണയാണ്. അറ്റോർണി ജനറൽ KK വേണുഗോപാലാണ്. CAG GC മുർമു ആണ്. രാജ്യസഭാ ചെയർമാൻ വെങ്കയ്യ നായിഡു. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ ദേശ് ദീപക് വർമ്മ. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അനൂപ് ചന്ദ്ര പാണ്ഡെ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹ. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്കാൽ കുമാർ സിംഗ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. UPSC ചെയർമാൻ പ്രദീപ് കുമാർ ജോഷി. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സഫറുൽ ഇസ്ലാം ഖാൻ. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വിജയ് സാംപ്ല. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഹർഷ് ചൗഹാൻ. നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ. കരസേനാ മേധാവി മനോജ് മുകുന്ദ് നർവാണെ. വ്യോമസേനാ മേധാവി രാകേഷ് കുമാർ സിംഗ് ബദൌരിയ. നാവികസേനാ മേധാവി കരംബീർ സിംഗ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവാൽ. CBIയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ സുബോധ് കുമാർ ജയ്സ്വാൾ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് കൂടെ നോക്കിപ്പോൾ. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയുടെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12 അപ്പോൾ 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയിലാണ്. അപ്പോൾ മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ 5 പേരാണ്. ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ എന്നിവയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ എന്നിവയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺമാരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ 5 പേരാണ്. ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയായിരിക്കണം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയായിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആര് എന്നൊരിക്കൽ PSC ചോദിച്ചിട്ടുണ്ട്. എ പ്രധാനമന്ത്രി, ബി ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, സി ലോക്സഭാ സ്പീക്കർ, ഡി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അന്ന് PSC ഉത്തരമായിട്ട് കൊടുത്തിരുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയും അതേപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയും ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിരുന്നതും ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അരുൺ കുമാർ മിശ്ര. ആരാണ്? അരുൺ കുമാർ മിശ്ര. HL ദത്തു മാറി അരുൺ കുമാർ മിശ്രയെ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11-നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ 3 പേരാണ്. ചെയർമാൻ ഉൾപ്പെടെ മൊത്തം 3 പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുള്ളത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച വ്യക്തിയായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. അപ്പോൾ കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. അപ്പോൾ എന്താണ് മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയുള്ള ഫാക്ട്സ്? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ എന്നിവയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 5 പേരാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയായിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാനാണ് അരുൺ കുമാർ മിശ്ര. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ 3 പേരാണ്, ചെയർമാൻ ഉൾപ്പെടെ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ വഹിച്ച വ്യക്തിയായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. അടുത്ത ഇന്ത്യയിൽ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ S രാധാകൃഷ്ണൻ, ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ, ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ GV മാവ്ലങ്കർ. അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ S രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. ലോക്സഭാ സ്പീക്കർ, ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ GV മാവ്ലങ്കർ ആണ്. ഇതെല്ലാം ആദ്യത്തെ പദവി അലങ്കരിച്ച വ്യക്തികളാണ് പറയുന്നത്. GV മാവ്ലങ്കർ ആണ് ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹരിലാൽ J കനിയാണ്. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹരിലാൽ J കനിയ. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെൻ. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. ആദ്യത്തെ UPSC ചെയർമാൻ സർ റോസ് ബാർക്കർ ആണ് ആദ്യത്തെ UPSC ചെയർമാൻ. CAG, ആദ്യത്തെ CAG V നരഹരി റാവു.
വി നരഹരി റാവു ആണ് ആദ്യത്തെ CAG. അറ്റോർണി ജനറൽ MC സെതൽവാദ്. ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെതൽവാദ് ആയിരുന്നു. ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയായിരുന്നു. ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ വജാഹത്ത് ഹബീബുള്ളയായിരുന്നു. ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജയന്തി പട്നായക് ആയിരുന്നു. ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജയന്തി പട്നായക്. ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയാണ്. ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി ആയിരുന്നു. ആദ്യത്തെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി ആയിരുന്നു. ആദ്യത്തെ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ RN പ്രസാദ് ആയിരുന്നു. ആദ്യത്തെ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ RN പ്രസാദ് ആയിരുന്നു. ആദ്യത്തെ വിജിലൻസ് കമ്മീഷണർ N ശ്രീനിവാസ റാവു. ആദ്യത്തെ വിജിലൻസ് കമ്മീഷണർ N ശ്രീനിവാസ റാവു. ആദ്യത്തെ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ സൂരജ് ബാൽ. ആദ്യത്തെ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ കൻവർ സിംഗ്. അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ S രാധാകൃഷ്ണൻ, ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ, ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ GV മാവ്ലാങ്കർ, ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ, ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ, ആദ്യത്തെ UPSC ചെയർമാൻ സർ റോസ് ബാർക്കർ, ആദ്യത്തെ CAG വി നരഹരി റാവു, ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെതൽവാദ്, ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള, ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജയന്തി പട്നായക്, ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗി, ആദ്യത്തെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി, ആദ്യത്തെ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ RN പ്രസാദ്, ആദ്യത്തെ വിജിലൻസ് കമ്മീഷണർ N ശ്രീനിവാസ റാവു, ആദ്യത്തെ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ സൂരജ് ബാൻ, ആദ്യത്തെ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ കൻവർ സിംഗ്. അതേപോലെ തന്നെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് രംഗനാഥ് മിശ്ര. അപ്പോൾ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് രംഗനാഥ് മിശ്ര. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹരിലാൽ ജെ കനിയ. ഇതെല്ലാം ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ, ആദ്യത്തെ UPSC ചെയർമാൻ സർ റോസ് ബാർക്കർ, ആദ്യത്തെ CAG വി നരഹരി റാവു, ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെതൽവാദ്, ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള, ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജയന്തി പട്നായക്, ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗി, ആദ്യത്തെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി, ആദ്യത്തെ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ RN പ്രസാദ്, ആദ്യത്തെ വിജിലൻസ് കമ്മീഷണർ N ശ്രീനിവാസ റാവു, ആദ്യത്തെ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ സൂരജ് ബാൻ, ആദ്യത്തെ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ കൻവർ സിംഗ്. അപ്പോൾ ഇതോടുകൂടി ആ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ള സെക്ഷൻ കൂടി കഴിഞ്ഞു. അടുത്ത ചോദ്യം, ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏത്? ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏത്? A. ആസ്ട്രോസാറ്റ്, B. എജുസാറ്റ്, C. കോസ്മോസാറ്റ്, D. ജിസാറ്റ് 50. ഇതിൻ്റെ ഉത്തരം ആസ്ട്രോസാറ്റ് ആണ്. അപ്പോൾ ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ആസ്ട്രോസാറ്റ് ആണ്. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ആസ്ട്രോസാറ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ആസ്ട്രോസാറ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആയിരുന്നു. ആന്ധ്രാപ്രദേശിൽ 2015 സെപ്റ്റംബർ 28 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത്. ആസ്ട്രോസാറ്റിനെ വഹിച്ചുകൊണ്ടുപോയ റോക്കറ്റാണ് PSLV C-30. അപ്പോൾ ആസ്ട്രോസാറ്റിനെ വഹിച്ചുകൊണ്ടുപോയ റോക്കറ്റാണ് PSLV C-30. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പായ ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. അതിന് വഹിച്ചുകൊണ്ടുപോയ റോക്കറ്റാണ് PSLV C-30. ബഹിരാകാശ ടെലിസ്കോപ്പ് വിക്ഷേപിച്ച മറ്റ് രാജ്യങ്ങളാണ് അമേരിക്ക, റഷ്യ, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ അമേരിക്കയും റഷ്യയും ജപ്പാനും യൂറോപ്യൻ യൂണിയനും ബഹിരാകാശ ടെലിസ്കോപ്പ് വിക്ഷേപിച്ച മറ്റു രാജ്യങ്ങളാണ്. ആസ്ട്രോസാറ്റിനൊപ്പം ഉണ്ടായിരുന്ന വിദേശ ഉപഗ്രഹങ്ങളുടെ എണ്ണം 6 ആണ്. ആസ്ട്രോസാറ്റിനൊപ്പം ഉണ്ടായിരുന്ന വിദേശ ഉപഗ്രഹങ്ങളുടെ എണ്ണം 6 ആണ്. നാസയുടെ ഹബിൾ ടെലിസ്കോപ്പിനോട് സാദൃശ്യമായുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ആസ്ട്രോസാറ്റ്. അപ്പോൾ നാസയുടെ ഹബിൾ ടെലിസ്കോപ്പിനോട് സാദൃശ്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ആസ്ട്രോസാറ്റ്. ഒറ്റ വിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് അയച്ച രാജ്യം ഇന്ത്യയാണ്. 104 ഉപഗ്രഹങ്ങളാണ്. 104 ഉപഗ്രഹങ്ങൾ. ഒറ്റ വിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് അയച്ച രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ 104 ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിച്ച വാഹനം PSLV C-37 ആണ്. അപ്പോൾ PSLV C-37 എന്ന വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് ഇന്ത്യ 104 ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിച്ചത്. അത് 2017 ഫെബ്രുവരി 15 PSLV C-37 എന്ന വാഹനം വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം GSAT 2 ആണ്. GSAT 2 വിക്ഷേപിച്ചത് 2018 ഡിസംബർ 5 ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT 2. GSAT 2 വിക്ഷേപിച്ച സ്ഥലം കൗറു
ഫ്രഞ്ച് ഗയാന. വിക്ഷേപണ വാഹനം എറിയൻ ആയിരുന്നു. എറിയൻ 5VA-246 എന്ന് പറഞ്ഞ വിക്ഷേപണ വാഹനമാണ് GSAT-2 വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത്. ഇത് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? കൗറു ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം GSAT-29. 2018 നവംബർ 14 ഇത് വിക്ഷേപിച്ചത്. GSAT-29 വിക്ഷേപിച്ച വാഹനം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട. ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ GSLV Mk3D2 ആണ് GSAT-29 വിക്ഷേപിച്ച വാഹനം. ഇത് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. അപ്പോൾ ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിച്ച സാറ്റലൈറ്റുകൾ ഏതൊക്കെയാണ്? GSAT-2, GSAT-29, അതേപോലെ തന്നെ ഗഗൻയാൻ എന്ന് പറഞ്ഞ പദ്ധതി, അതേപോലെ തന്നെ PSLV C-37 പറ്റിയാണ് പഠിച്ചത്. അതായത് ഒറ്റ വിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയച്ച രാജ്യം ഇന്ത്യയാണ്. 104 ഉപഗ്രഹങ്ങളാണ് ഒറ്റ വിക്ഷേപണത്തിൽ ഇന്ത്യ അയച്ചത്. ഇന്ത്യ 104 ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിച്ച വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSLV C-37 ആണ്. ഇത് 2017 ഫെബ്രുവരി 15 ലോഞ്ച് ചെയ്തത്. ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GSAT-2 ആണ്. അത് വിക്ഷേപിച്ച 2018 ഡിസംബർ 5 വിക്ഷേപിച്ച സ്ഥലം കൗറു ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ്. വിക്ഷേപണ വാഹനം ഏറിയൻ 5VA-246 എന്ന് പറയുന്ന വാഹനത്തിൽ നിന്നാണ് GSAT-2 വിക്ഷേപിച്ചത്. എന്നാൽ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GSAT-29 ആണ്. 2018 നവംബർ 14 വിക്ഷേപിച്ചത്. GSAT-29 വിക്ഷേപിച്ച വാഹനം GSLV Mk3D2 ആണ്. ഇത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. പിന്നെ അതേപോലെ ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്. 1975 ലോഞ്ച് ചെയ്തു. ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിളാണ്. ഇതെല്ലാം ഇന്ത്യയുടെയാണ് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിളാണ്. 1981 ലോഞ്ച് ചെയ്തു. ഇന്ത്യയുടെ ആദ്യ വിദൂര സംവേദന ഉപഗ്രഹം IRS-1A ആണ്. അത് 1988 ലോഞ്ച് ചെയ്തത്. സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹം ഓഷ്യൻസാറ്റ് 1 ആണ്. ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ള ഉപഗ്രഹം ഓഷ്യൻസാറ്റ് 1 ആണ്. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം എജ്യൂസാറ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം എജ്യൂസാറ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ജുഗ്നു ആണ്. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ജുഗ്നു ആണ്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ 1 ആണ്. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ 1 ആണ്. 2008 ലോഞ്ച് ചെയ്തത്. ഇന്ത്യയുടെ ആദ്യ ചൊവ്വ പരീക്ഷണ ദൗത്യം മംഗൾയാനാണ്. 2013 ലോഞ്ച് ചെയ്ത മംഗൾയാനാണ് ഇന്ത്യയുടെ ആദ്യ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം. ഇന്ത്യയുടെ ആദ്യ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് IRNSS. ഇപ്പോൾ ഇന്ത്യയുടെ ആദ്യ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് IRNSS. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട 1975 ലോഞ്ച് ചെയ്തു. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ 1981 ലോഞ്ച് ചെയ്തു. ഇന്ത്യയുടെ ആദ്യ വിദൂര സംവേദന ഉപഗ്രഹം IRS-1A 1988 ലോഞ്ച് ചെയ്തു. ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ള ഉപഗ്രഹം ഓഷ്യൻസാറ്റ് 1. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം എജ്യൂസാറ്റ്. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ജുഗ്നു. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ 1 2008 ലോഞ്ച് ചെയ്തു. ഇന്ത്യയുടെ ആദ്യ ചൊവ്വ പരീക്ഷണ ദൗത്യം മംഗൾയാൻ 2013 ലോഞ്ച് ചെയ്തു. 2013. അതേപോലെ ഇന്ത്യയുടെ ആദ്യ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് IRNSS. അപ്പം ഇത് ഇത്രയുമാണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഉപഗ്രഹങ്ങളും അതേപോലെ തന്നെ വിക്ഷേപണ വാഹനങ്ങളും. ഓക്കെ, ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം കൂടി ഒന്ന് നോക്കി വെക്കുക, EXEED-SAT-1. അപ്പോൾ ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് EXEED-SAT-1. അതുകൂടി ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം, ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത്? A. ചാൾസ് നിയമം, B. ജൂൾ നിയമം, C. അവഗാഡ്രോ നിയമം, D. ബോയിൽ നിയമം. ഇതിൻ്റെ ഉത്തരം D. ബോയിൽ നിയമമാണ്. D. ബോയിൽ നിയമമാണ് ഇതിനുത്തരം. അതായത് ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാതക നിയമം അത് ബോയിൽ നിയമമാണ്. ഇനി എന്താണ് പ്രധാനപ്പെട്ട നിയമങ്ങളെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട വാതക നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവിന് നേർ അനുപാതത്തിലാണ് എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ചാൾസ് നിയമം. അതായത് V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T.
V എന്ന് പറയുന്നത് വാതകത്തിൻ്റെ വ്യാപ്തം, T എന്ന് പറയുന്നത് വാതകത്തിൻ്റെ ഊഷ്മാവ്. അതായത് V/T = K. K എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് നമുക്ക് V1/T1 = V2/T2 എന്ന് എഴുതാം. അതാണ് ചാൾസ് നിയമം. ഇനി ബോയിൽസ് നിയമം. സ്ഥിരോഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം ബാഹ്യമർദ്ദത്തിന് വിപരീതാനുപാതത്തിൽ ആണെന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം. അതായത് P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/V. P എന്ന് പറയുന്നത് മർദ്ദം, പ്രഷർ. V എന്ന് പറയുന്നത് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാതക നിയമമാണ് ബോയിൽ നിയമം. നിശ്ചിത ഊഷ്മാവിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം അതിലടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് അവഗാഡ്രോ നിയമം. V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N. V എന്ന് പറയുന്ന വ്യാപ്തവും N എന്ന് പറയുന്ന മോളുകളുടെ എണ്ണവുമാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു നിയമമാണ് ജൂൾ നിയമം. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതിൻ്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗ്ഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ജൂൾ നിയമം. H = I²RT. H എന്ന് പറയുന്നത് താപം, I എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രത, R പ്രതിരോധം, T സമയം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ, ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ചാൾസ് നിയമമാണ്. എന്നാൽ ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോയിൽസ് നിയമമാണ്. അടുത്ത ചോദ്യം. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? A അപവർത്തനം, B പ്രതിഫലനം, C വിസരണം, D പൂർണ്ണാന്തര പ്രതിഫലനം. ഇതിനുത്തരം ഓപ്ഷൻ സി വിസരണമാണ്. വിസരണം അഥവാ സ്കാറ്ററിംഗ്. പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം. കണങ്ങളുടെ വലിപ്പം കൂടുമ്പോൾ വിസരണം കൂടുന്നു. കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെ ആയിരിക്കും. ആകാശത്തിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ലോർഡ് റെയ്ലി. സമുദ്രജലം നീല നിറമുള്ളതായി തോന്നിക്കുന്നതിന് കാരണമായ പ്രതിഭാസവും വിസരണമാണ്. സമുദ്രജലത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് CV രാമൻ. അന്തരീക്ഷ വായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പാണ്. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പാണ്. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതിനാൽ പ്രകാശത്തിൻ്റെ വിസരണം സാധ്യമാകുന്നില്ല. പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾ നഷ്ടപ്പെടാൻ കാരണം വിസരണം കൊണ്ടാണ്. സൂര്യനും ചക്രവാളവും ഉദയാസ്തമന സമയങ്ങളിൽ ചുവപ്പ് നിറത്തിൽ കാണപ്പെടാൻ കാരണവും വിസരണമാണ്. ചുവപ്പിന് വിസരണം കുറവായതിനാൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ നിറം നഷ്ടപ്പെടുന്നില്ല. കൊളോയിഡിലെ കണികകൾ പ്രകാശത്തെ വിസരണം ചെയ്യുന്ന പ്രതിഭാസമാണ് ടിൻഡാൽ പ്രഭാവം. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാവുന്ന നിറം വയലറ്റ് ആണ്. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാവുന്ന നിറം ചുവപ്പ് ആണ്. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പാണ്. ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറം വെള്ളയാണ്. അതേപോലെ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം ആന്തരിക പ്രതിഫലനമാണ്. അതായത് അതേപറ്റിയുള്ളത്, അല്ലെങ്കിൽ നമുക്ക് അപവർത്തനം, പ്രതിഫലനം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഒന്ന് പറഞ്ഞു പോകാം. സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ. സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. ഒരേ സ്ഥലത്ത് ഒന്നിലേറെ പ്രകാശതരംഗങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഇൻ്റർഫറൻസ്. ഇനി വജ്രത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ പദാർത്ഥം വജ്രമാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം വജ്രമാണ്. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റലായ രൂപമാണ് വജ്രം. പ്രകൃതിയാലുള്ള ഏറ്റവും കാഠിന്യമേറിയ വസ്തു വജ്രമാണ്. ഇനി ഓരോ കാരണങ്ങൾക്കും അത് എന്ത് പ്രതിഭാസം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് കൂടി നോക്കാം. അതായത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ കൊണ്ടാണ്. ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നുന്നതിന് കാരണം അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ കൊണ്ടാണ്. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നുവാൻ കാരണവും അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ കൊണ്ടാണ്. മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണവും അപവർത്തനമാണ്.
നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടാൻ കാരണം ഡിഫ്രാക്ഷനാണ്. സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണവും ഡിഫ്രാക്ഷനാണ്. CD-യിൽ കാണപ്പെടുന്ന മഴവിൽ വർണ്ണങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷനാണ്. സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇൻ്റർഫറൻസ് ആണ്. ആകാശം നീലനിറത്തിൽ കാണപ്പെടാൻ കാരണം പ്രകാശത്തിൻ്റെ വിസരണമാണ്. സമുദ്രജലം നീലനിറമുള്ളതായി തോന്നിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണമാണ്. മഴവില്ലുണ്ടാകുവാൻ കാരണമായ പ്രതിഭാസം പ്രകീർണനം ആണ്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗ വിവരവിനിമയത്തിന് സഹായകമാകുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ശരീരത്തിലെ ആന്തരിക ഭാഗങ്ങൾ കാണാനായി വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ആകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം. സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അടുത്ത ചോദ്യം. 300 K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും? ജലത്തിന് 301 K, വെളിച്ചെണ്ണ 301 K. ഓപ്ഷൻ ബി ജലം 302 K, വെളിച്ചെണ്ണ 302 K. ഓപ്ഷൻ സി ജലം 301 K, വെളിച്ചെണ്ണ 302 K. ഓപ്ഷൻ ഡി ജലം 302 K, വെളിച്ചെണ്ണ 301 K. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ജലം 301 Kയും വെളിച്ചെണ്ണ 302 Kയുമാണ്. ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിലേക്ക് നമുക്ക് പോകാം. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. അപ്പോൾ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. ഐസ് ഉരുകുന്ന ഊഷ്മാവ് 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 273 കെൽവിൻ ആണ്. ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 373 കെൽവിൻ ആണ്. സാധാരണ ശരീര ഊഷ്മാവ് എന്ന് പറയുന്നത് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് അല്ലെങ്കിൽ നമുക്ക് 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. അഥവാ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 310 കെൽവിൻ. അതാണ് സാധാരണ ശരീര ഊഷ്മാവ്. സൂര്യൻ്റെ ഉപരിതല താപനില എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -40 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25 ആണ്. സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരിക്കലും ഒരേ മൂല്യം ഊഷ്മാവ് കാണിക്കില്ല. അപ്പോൾ സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരിക്കലും ഒരേ മൂല്യം ഊഷ്മാവ് കാണിക്കുകയില്ല. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. താപം അളക്കുന്ന യൂണിറ്റാണ് ജൂൾ. താപം അളക്കാൻ മുൻപ് ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് കലോറിയാണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് 1 കലോറി എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ താപനില സൂചിപ്പിക്കുന്ന അളവ് ഊഷ്മാവാണ്. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. ഒരു പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ് അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ കേവല 0 എന്ന് പറയും. സൂര്യൻ്റെ താപനില അറിയുവാനുള്ള ഉപകരണമാണ് പൈറോമീറ്റർ. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പാണ്. ഏറ്റവും കുറവ് താപം ആഗിരണം ചെയ്യുന്ന നിറം വെള്ളയാണ്. താപം കടത്തിവിടുന്ന വസ്തുക്കളാണ് താപചാലകങ്ങൾ എന്ന് പറയുന്നത്. താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് കുചാലങ്ങൾ അഥവാ ഇൻസുലേറ്ററുകൾ എന്നും പറയാറുണ്ട്. ഇനി ഈ ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് 300 K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും? അപ്പോൾ ഇതറിയണമെങ്കിൽ നമ്മൾ ഒരു റൂൾ അറിഞ്ഞിരിക്കണം. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് 1 കലോറി എന്ന് പറയുന്നത്. 1 കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അപ്പോൾ 1 കലോറി ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, 1 കലോറി താപം കൊടുത്തു കഴിഞ്ഞാൽ 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയരും. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താനാണെങ്കിൽ നമ്മൾ 1 കലോറിയുടെ കൂടെ എത്ര ഗുണിക്കണം? 1000 കൊണ്ട് ഗുണിക്കണ്ടേ? കാരണം 1 ഗ്രാം 1 കിലോഗ്രാമിലേക്ക് ആക്കണമെങ്കിൽ അവിടെ 1000 വെച്ച് നമ്മൾ ഗുണിക്കണം. 1000 വെച്ച് ഗുണിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4.2 ജൂളിൻ്റെ കേസിൽ 4.2 × 1000 എന്ന് പറയുമ്പോൾ 4200 ജൂള് ഹീറ്റ്
1 കിലോഗ്രാം ജലത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയരും. 1 കിലോഗ്രാം ജലത്തിൻ്റെ താപനിലയും 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തം കൊടുത്തിരിക്കുന്നത് 4200 ജൂൾ താപോർജ്ജമാണ്. അപ്പം 1 കിലോഗ്രാം ജലത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 ഡിഗ്രി കെൽവിൻ ആയിട്ട് കൂടും. അപ്പോൾ ഇവിടെ 300 K ഉള്ള താപനില 301 ആവും. ഇനി വെളിച്ചെണ്ണയുടെ കേസിലാണെങ്കിൽ 1 കിലോഗ്രാം വെളിച്ചെണ്ണയെ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 ഡിഗ്രി കെൽവിൻ കൂട്ടാനായിട്ട് നമുക്ക് 2100 ജൂൾ കൊടുത്താൽ മതി. അതായത് 4200ൻ്റെ പകുതി കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ 4200 കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ 2100 കൊടുക്കുമ്പോഴത്തേക്കും 1 കെൽവിൻ അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് കൂടും. എന്തിൻ്റെ? 1 കിലോഗ്രാം വെളിച്ചെണ്ണയുടെ. ഇനി 4200 ആകുമ്പോഴത്തേക്കാ 2 K അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസ് കൂടും. എന്തിൻ്റെ? വെളിച്ചെണ്ണയുടെ 1 കിലോഗ്രാം വെളിച്ചെണ്ണയുടെ താപനില 2 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 2 കെൽവിൻ കൂടും. അപ്പോൾ അതുകൊണ്ട് ജലത്തിൻ്റെ താപനില എന്ന് പറഞ്ഞാൽ 301 Kയും വെളിച്ചെണ്ണയുടെ താപനില 302 Kയുമായി നിൽക്കും. അടുത്ത ചോദ്യം, വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ വായു, ജലം, ഇരുമ്പ്. ഓപ്ഷൻ ബി വായു, ഇരുമ്പ്, ജലം. ഓപ്ഷൻ സി ജലം, വായു, ഇരുമ്പ്. ഓപ്ഷൻ ഡി ഇരുമ്പ്, വായു, ജലം. ഇതിൽ ഓപ്ഷൻ എ ആണ്. വായു, ജലം, ഇരുമ്പ് എന്ന ക്രമത്തിലാണ് വരിക. അതായത് വായു, ജലം, ഇരുമ്പ് എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശബ്ദത്തിൻ്റെ പ്രവേഗം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഇരുമ്പിലാണ്. അതിനേക്കാളും കുറച്ചുകൂടി കുറവായിരിക്കും ജലവും. ഏറ്റവും കുറവ് വായുവിലാണ്. അപ്പോൾ ഇതേപ്പറ്റിയുള്ള റിലേറ്റഡ് ഫാക്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഏതു പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. വായു. അപ്പോൾ വായുവിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അപ്പോൾ ശബ്ദത്തിന് എന്താണ്? മാധ്യമം ആവശ്യമാണ്. എന്നാൽ മാത്രമേ ശബ്ദം സഞ്ചരിക്കൂ. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷ വായുവില്ല, അതുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കില്ല. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണം ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയാത്തതിനാലാണ്. ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനമാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ശബ്ദത്തിൻ്റെ 3 സവിശേഷതകളാണ് ഉച്ചത അഥവാ ലൗഡ്നെസ്, സ്ഥായി അഥവാ പിച്ച്, ഗുണം അഥവാ ക്വാളിറ്റി. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കൗസ്റ്റിക്സ്. ശബ്ദത്തിൻ്റെ വേഗതകൾ. വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ/സെക്കൻഡ് ആണ്. ജലത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 1453 മീറ്റർ/സെക്കൻഡ് ആണ്. തടിയിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 3850 മീറ്റർ/സെക്കൻഡ് ആണ്. സ്റ്റീലിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 5000 മീറ്റർ/സെക്കൻഡ് ആണ്. സാന്ദ്രത കൂടിയ മീഡിയത്തിൽ കൂടി ശബ്ദത്തിൻ്റെ സഞ്ചാരം വേഗത്തിലായിരിക്കും. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരമാണ്. ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വാതകമാണ്. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത ഖരത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ, ദ്രാവകത്തിൽ അതിനേക്കാളും കുറവ്, വാതകത്തിൽ ഏറ്റവും കുറവ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഉത്തരം വായു, ജലം, ഇരുമ്പ് എന്ന് വന്നത്. ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റാണ് ഡെസിബൽ. വായുവിലൂടെയുള്ള ശബ്ദവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ആർദ്രത, സാന്ദ്രത, മർദ്ദം, താപനില. അതായത് ഹ്യൂമിഡിറ്റി, ഡെൻസിറ്റി, പ്രഷർ, ടെമ്പറേച്ചർ. ആർദ്രത കൂടുമ്പോൾ ശബ്ദവേഗം കൂടുന്നു. മനുഷ്യൻ്റെ ശ്രവണപരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണസ്ഥിരത. മനുഷ്യൻ്റെ ശ്രവണസ്ഥിരത എന്ന് പറയുന്നത് 10ൽ 1 സെക്കൻഡാണ്. ശബ്ദം ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് പ്രതിധ്വനി അഥവാ എക്കോ. പ്രതിധ്വനി ഉണ്ടാകാൻ ആവശ്യമായ ഭൂപരിധി എന്ന് പറയുന്നത് പ്രതിധ്വനി ഉണ്ടാകാൻ ആവശ്യമായ ദൂരപരിധി എന്ന് പറയുന്നത് 17 മീറ്ററാണ്. 17 മീറ്റർ. ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടിയ അഥവാ 3 ഇരട്ടി വരെ വേഗത കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നതാണ് സൂപ്പർസോണിക്. അപ്പോൾ ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ 3 ഇരട്ടി വേഗത്തെയാണ് സൂപ്പർസോണിക് എന്ന് സൂചിപ്പിക്കുന്നത്. ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗതയാണ് ഹൈപ്പർസോണിക് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 3 ഇരട്ടി കൂടിയ വേഗതയെ സൂപ്പർസോണിക് എന്നും 5 ഇരട്ടി കൂടിയ വേഗതയെ ഹൈപ്പർസോണിക് എന്നും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? മൂലകങ്ങളുടെ പ്രതീകങ്ങൾ യാഥാർത്ഥ്യമല്ല. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് W താഴെ 8 മുകളിൽ 16, X താഴെ 6 മുകളിൽ 12, Y താഴെ 7 മുകളിൽ 14, Z താഴെ 6 മുകളിൽ 14. അപ്പോൾ ഓപ്ഷൻ എ ആയിട്ട് Wയും Xും ആണ്. ഓപ്ഷൻ ബി ആയിട്ട് Wയും Yയും, ഓപ്ഷൻ സി ആയിട്ട് Yയും Z, ഓപ്ഷൻ ഡി ആയിട്ട് Xും Z ആണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി എക്സും ഇസഡും ആണ്. എക്സും ഇസഡും ആണ്. ഇനി ഇതിനുള്ള റീസൺ എന്താണെന്ന് നോക്കാം. കാരണം എക്സും ഇസഡ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിൽ എന്താണ് ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാം. അതായത് ഐസോടോപ്പുകൾ കണ്ടെത്തിയ വ്യക്തി ഫ്രെഡറിക് സോഡിയാണ്. ആൻജിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് സോഡിയം 24 ആണ്. എന്താണ് ആൻജിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? സോഡിയം 24 ആണ്. അപ്പോൾ ഐസോടോപ്പുകൾ കണ്ടെത്തിയ വ്യക്തി ഫ്രെഡറിക് സോഡിയാണ്. ആൻജിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് സോഡിയം 24 ആണ്. ഇനി ലുക്കീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഗോൾഡ് 198 ആണ്. അനീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് അയൺ 59 ആണ്. മസ്തിഷ്ക ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ടെക്നീഷ്യം 99ഉം ഗോയിറ്റർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് അയഡിൻ 131 ആണ്. രക്താർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഫോസ്ഫറസിൻ്റെ ഐസോടോപ്പ് ഫോസ്ഫറസ് 32 ആണ്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ടിന്നാണ്, 10 എണ്ണമുണ്ട്. ഏറ്റവും കുറവ് ഐസോടോപ്പുകൾ ഉള്ളത് ഹൈഡ്രജനാണ്, 3 എണ്ണം. ഇനി എന്താണ് ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് ഐസോടോപ്പുകൾ. എന്താണ്? ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും പക്ഷേ വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും. അങ്ങനെയുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് ഐസോടോപ്പുകൾ. ഇനി ഐസോബാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് ഐസോബാർ എന്ന് പറയുന്നത്. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോൺ. ഇപ്പോൾ ന്യൂട്രോൺസിൻ്റെ എണ്ണം അവിടെ ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ അത് ഐസോട്ടോൺസ് ആയിരിക്കും. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമർ. അപ്പോൾ ഒരേ തന്മാത്രാ സൂത്രമായിരിക്കും, എന്നാൽ വ്യത്യസ്ത ഘടനയുള്ള സംയുക്തങ്ങളെയാണ് ഐസോമർ എന്ന് പറയുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് ഐസോടോപ്പുകൾ. ഇപ്പം ഈ ഒരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സും ഇസഡും ആണ് കൊടുത്തിരുന്നത് അല്ലേ, ഉത്തരമായിട്ട് കൊടുത്തിരുന്നത്. കാരണം എക്സിന് എന്താണ് അടിയിൽ 6 ആണ്, അതേപോലെ ഇസഡിനും 6 ആണ്. അതായത് അവരുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. എന്താണ് അറ്റോമിക് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ അല്ലേ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പ്രോട്ടോണുകളുടെയോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അത് എപ്പോഴും അടിയിലായിരിക്കും കൊടുക്കുക ഓരോ എലമെൻസിനും. ഇനി മാസ് നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ്. അതായത് മാസിൻ്റെ എലമെൻറ്റിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസുകളുടെ ന്യൂട്രോൺസിൻ്റെയും കൂടിയുള്ള ടോട്ടലായിട്ടുള്ള എണ്ണം എത്രയാണോ അതാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അതെപ്പോഴും മുകളിലായിരിക്കും കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെയും ഇസഡിൻ്റെയും കേസിൽ എക്സിൻ്റെ അറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 12ഉമാണ്. ഇസഡിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 14ഉമാണ്. അപ്പോൾ എന്താണ്? ഇവരുടെ അറ്റോമിക് നമ്പർ സെയിം ആണ്, എന്നാൽ മാസ് നമ്പർ വ്യത്യാസമാണ് അല്ലേ. മാസ് നമ്പർ വ്യത്യാസമാണ്. അതുകൊണ്ട് ഇത് ഐസോടോപ്പാണ്. എന്നാൽ ഇവരുടെ മാസ് നമ്പർ സെയിമും എന്നാൽ അറ്റോമിക് നമ്പർ ഡിഫറൻറ്റുമായിരുന്നെങ്കിൽ അതെന്താണെന്ന് നമുക്ക് പറയാമായിരുന്നു. അത് ഐസോമറിന് എക്സാമ്പിളാണെന്ന് നമുക്ക് പറയാമായിരുന്നു. അങ്ങനെ ഐസോമേഴ്സിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് വൈയും ഇസഡും. ഓപ്ഷൻ സി ഐസോമറിന് എക്സാമ്പിളായിട്ട് വരും. എന്നാൽ ഇവിടെ ഐസോടോപ്പിന് എക്സാമ്പിളായിട്ട് വരുന്നത് എക്സും ഇസഡും ആണ്. കാരണം ഇവരുടെ അറ്റോമിക് നമ്പർ അടിയിൽ എഴുതിയിരിക്കുന്നത് സെയിം ആണ്, എന്നാൽ മാസ് നമ്പർ മുകളിൽ എഴുതിയിരിക്കുന്നത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇത് ഐസോടോപ്പാണ്. അടുത്ത ചോദ്യം, 3 ഗ്ലൂക്കോസ് C6H12O6. അപ്പോൾ 3 ഗ്ലൂക്കോസ് അതായത് C6H12O6 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 72, ഓപ്ഷൻ ബി 135, ഓപ്ഷൻ സി 27, ഓപ്ഷൻ ഡി 540. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 72 ആണ്. കാരണം ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് C6H12O6 അല്ലേ ഗ്ലൂക്കോസിൻ്റെ തന്മാത്ര രൂപം. അപ്പം അതിൽ 6 കാർബൺ ആറ്റം, 12 ഹൈഡ്രജൻ ആറ്റം, 6 ഓക്സിജൻ ആറ്റം അല്ലേ. അങ്ങനെ മൊത്തം 24. 3 ഗ്ലൂക്കോസ് തന്മാത്രകൾ എടുക്കുമ്പോൾ എത്രയാണ്? 3 × 24. അപ്പോൾ എത്ര വരും? 72. ഒരു തന്മാത്രാ സൂത്രവാക്യം സൂചിപ്പിക്കുന്നത് ആ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണത്തെയുമാണ്. ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരവും സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോ ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്
ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. എന്നാൽ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടണും നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡുമാണ്. അടുത്ത ചോദ്യം, മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? എ. ബയോഗ്യാസിലെ മുഖ്യ ഘടകം. ബി. പാചകവാതകത്തിലെ പ്രധാന ഘടകം. സി. മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം. ഡി. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം. ഓപ്ഷൻ ബി, പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്നാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന, അല്ലെങ്കിൽ മീഥേന് യോജിക്കാത്ത പ്രസ്താവന. ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ്. അപ്പോൾ പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ് പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ. പാചകവാതകം എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ് പാചകവാതകം എന്നറിയപ്പെടുന്നത്. LPG ഉൽപ്പാദിപ്പിക്കുന്നത് ബ്യൂട്ടൈൻ ദ്രവീകരിച്ചാണ്. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടൈനാണ്. ഗോബർ ഗ്യാസ് അഥവാ ബയോഗ്യാസിലെ പ്രധാന ഘടകമാണ് മീഥേൻ. ക്ലോറോഫോം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകവും മീഥേനാണ്. ചതുപ്പ് വാതകം അഥവാ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് മീഥേനാണ്. മീഥേൻ വാതകം കണ്ടെത്തിയത് അലക്സാൻഡ്രോ വോൾട്ടയാണ്. മീഥേൻ വാതകത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ നീല കലർന്ന പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. അപ്പോൾ മീഥേൻ വാതകത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ നീല കലർന്ന പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. പ്രധാന വാതക ഇന്ധനങ്ങളാണ് പ്രകൃതിവാതകം, LPG, വാട്ടർ ഗ്യാസ്, കോൾ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ. ഗ്യാസ് സിലിണ്ടറുകളിൽ പാചകവാതകത്തിൻ്റെ ചോർച്ച അറിയുവാനായി ചേർക്കുന്ന വാതകമാണ് ഈഥൈൽ മെർക്യാപ്റ്റോൺ അല്ലെങ്കിൽ എഥനോൾ എന്ന് പറയും. എഥനോൾ അല്ലെങ്കിൽ ഈഥൈൽ മെർക്യാപ്റ്റോൺ ആണ് ഗ്യാസ് സിലിണ്ടറുകളിൽ പാചകവാതകത്തിൻ്റെ ചോർച്ച അറിയാനായി ചേർക്കുന്ന വാതകം. പെട്രോളിയത്തിൻ്റെ വാതകരൂപമാണ് പ്രകൃതിവാതകം അഥവാ നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ പെട്രോളിയത്തിൻ്റെ വാതകരൂപമാണ് പ്രകൃതിവാതകം അഥവാ നാച്ചുറൽ ഗ്യാസ്. പ്രകൃതിവാതകത്തിലെ അഥവാ CNG അല്ലെങ്കിൽ LNGയുടെ പ്രധാന ഘടകമാണ് മീഥേൻ. 95% മീഥേനാണ്. പിന്നെ ഉള്ളത് ഈഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെൻറ്റൈൻ എന്നിവ കുറഞ്ഞ അളവിൽ കാണുന്നു. ഉയർന്ന മർദ്ദത്തിൽ ദ്രാവക രൂപത്തിലാക്കിയ പ്രകൃതിവാതകമാണ് CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയും. സാധാരണ മർദ്ദത്തിൽ ദ്രവീകരിക്കാൻ കഴിയുന്നതും ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമുള്ളതുമായ പ്രകൃതിവാതകമാണ് LNG അഥവാ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് കലോറിക മൂല്യം. കലോറി മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജനാണ്. ആദ്യമായി പെട്രോളിയത്തിൽ നിന്ന് മണ്ണെണ്ണ വേർതിരിച്ച ശാസ്ത്രജ്ഞൻ എബ്രഹാം ജസ്നർ ആണ്. കാർബൺ സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർബണിക രസതന്ത്രം അഥവാ ഓർഗാനിക് രസതന്ത്രം എന്നറിയപ്പെടുന്നത്. ഓർഗാനിക് സംയുക്തങ്ങളുടെ പൊതുഘടകം കാർബണാണ്. ഹൈഡ്രോ കാർബണുകളിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റം മാറ്റി മറ്റ് ആറ്റങ്ങളോ അഥവാ ആറ്റം ഗ്രൂപ്പുകളോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്താണ് ആദേശ രാസപ്രവർത്തനങ്ങൾ? ഹൈഡ്രോ കാർബണുകൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ തന്മാത്രകളായി വിഘടിക്കുന്ന പ്രക്രിയയാണ് താപീയ വിഘടനം അഥവാ തെർമൽ ക്രാക്കിംഗ്. അപ്പോൾ ഹൈഡ്രോ കാർബണുകൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ തന്മാത്രകളായി വിഘടിക്കുന്ന പ്രക്രിയയാണ് താപീയ വിഘടനം അഥവാ തെർമൽ ക്രാക്കിംഗ്. ലഘു തന്മാത്രകളായ മോണോമറുകൾ കൂടിച്ചേർന്ന് ഒരു സങ്കീർണ്ണ തന്മാത്രയായ പോളിമർ ഉണ്ടാകുന്ന പ്രക്രിയയാണ് പോളിമറൈസേഷൻ. ലഘു തന്മാത്രകളായ മോണോമറുകൾ കൂടിച്ചേർന്ന് ഒരു സങ്കീർണ്ണ തന്മാത്രയായ പോളിമർ ഉണ്ടാകുന്ന പ്രക്രിയയാണ് പോളിമറൈസേഷൻ. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ഓർഗാനിക് സംയുക്തം എന്ന് പറയുന്നത് യൂറിയയാണ്. യൂറിയ കൃത്രിമമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് ഫ്രെഡറിക് വൂളർ ആണ് യൂറിയ കൃത്രിമമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ. മനുഷ്യ ശരീരത്തിൽ ഊർജ്ജോൽപാദനത്തിന് സഹായിക്കുന്ന ഓർഗാനിക് സംയുക്തമാണ് ധാന്യകങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റുകൾ. ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഊർജ്ജോൽപാദനത്തിന് സഹായിക്കുന്ന ഓർഗാനിക് സംയുക്തമാണ് ധാന്യകങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റുകൾ. കാർബോഹൈഡ്രേറ്റുകളിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 2:1 ആണ്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റുകളിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പം ഇത് ഇത്രയുമാണ് നാച്ചുറൽ ഗ്യാസുകളും അതേപോലെ തന്നെ പെട്രോളിയം ഗ്യാസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ്. അടുത്ത ചോദ്യം, ഒരാറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? A 8, B 16, C 32, D 24. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ C 32 ആണ്. അതായത് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് KLMN എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n² എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ N എന്ന് പറയുന്നത് 4 അല്ലേ, 4ാമത്തെ ഷെല്ലാണ്.
അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 4 എന്ന് വരും. അപ്പോൾ 2 × 4 സ്ക്വയർ. ഇപ്പോൾ 2 × 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 16, ഇപ്പോൾ 32 എന്ന് വരും. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ്. KLMN എന്നാണ് നമ്മൾ സാധാരണ ഷെല്ലുകൾക്ക് പറയുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ചുകൂടി ഫാക്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ്റത്തിലെ 3 കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിലെ കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ആറ്റത്തിലെ ഭാരം കൂടിയ കണം എന്ന് പറയുന്നത് ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ എന്ന പേര് നിർദ്ദേശിച്ച് ജോൺസ്റ്റോൺ സ്റ്റോണിയാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്നറിയപ്പെടുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെത്തുക എന്ന് പറയുന്നതാണ് മാസ് നമ്പർ. മാസ് നമ്പർ എ വെച്ചും അറ്റോമിക് നമ്പർ ഇസഡ് കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആദ്യ ആറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചതും ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്വാൾഡ് ആണ്. ആറ്റം മാതൃകയെ ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റലുകൾ അഥവാ ഷെല്ലുകൾ. ഒരു ആറ്റം അതിൻ്റെ ന്യൂക്ലിയസിനേക്കാൾ 10⁵5 ഇരട്ടി വലുതായിരിക്കും. ഒരു ആറ്റം അതിൻ്റെ ന്യൂക്ലിയസിനേക്കാൾ 10⁵5 ഇരട്ടി വലുതായിരിക്കും. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് KLMN എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n². n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ്. ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ്ജ മേഖലകളാണ് സബ് ഷെല്ലുകൾ. ഇവയ്ക്ക് SPDF എന്നിങ്ങനെ പേര് നൽകിയിരിക്കുന്നു. S എന്ന് പറയുന്നത് ഷാർപ്പാണ്, P എന്ന് പറയുന്നത് പ്രിൻസിപ്പിളാണ്, D എന്ന് പറയുന്നത് ഡിഫ്യൂസ് ആണ്, F എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ആണ്. S ഷാർപ്പ്, P പ്രിൻസിപ്പിൾ, D ഡിഫ്യൂസ്, F ഫണ്ടമെൻ്റൽ. SPDF സബ് ഷെല്ലുകളും KLMN ഷെല്ലുകളും. ഒരു മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഒരു മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഇനി SPDF അല്ലാതെ G എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ട്. 5ാമത്തെ സബ് ഷെല്ലാണ് G. ഇതേപോലെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ് ഷെല്ലാണ് മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. ഇപ്പോൾ എക്സാമ്പിൾ ബെർലിയത്തിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബെർലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ അഥവാ പ്രോട്ടോണുകളുടെ എണ്ണം. ഇപ്പം ബെർലിയത്തിൻ്റെ പൂരണം എഴുതുകയാണെങ്കിൽ 1s2 എന്ന് വരും. അപ്പം അത് S ബ്ലോക്കിലായിരിക്കും വരിക. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ ഏറ്റവും കൂടിയ ഷെൽ നമ്പറാണ് മൂലകത്തിൻ്റെ പിരീഡ് നമ്പർ. ഇപ്പോൾ സോഡിയത്തിൻ്റെ കേസിൽ സോഡിയം 11 അല്ല അതിൻ്റെ അറ്റോമിക് നമ്പർ. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 3s1 എന്നല്ലേ വരിക. അപ്പോൾ പിരീഡ് 3ാമത്തെ പിരീഡാണ്. ഏറ്റവും അവസാനത്തെ ഷെൽ നമ്പറാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഷെൽ നമ്പറാണ് ആ മൂലകത്തിൻ്റെ പിരീഡ് നമ്പർ. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ പൊട്ടാസ്യം 19 അറ്റോമിക് നമ്പർ. 1s2 2s2 2p6 3s2 3p6 4s1 എന്ന് വരും. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. പി ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ SP സബ് ഷെല്ലുകളിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 കൂട്ടുന്നതാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. ഇപ്പോൾ കാർബണിൻ്റെ കേസിൽ 6 അറ്റോമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആണ്. അപ്പം ഈ എസ്സിലും പിയിലുമുള്ള എത്ര എണ്ണമാണ്? 2ാമത്തെ ഷെല്ലിലല്ലേ. അപ്പോൾ SP സബ് ഷെല്ലുകളുടെ ആകെ ഇലക്ട്രോണിക് എണ്ണത്തോടൊപ്പം 10 കൂട്ടുന്നതാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാഹ്യ അത് പുറമേ ഉള്ള ഏതൊക്കെയാണ്? 2s2 2p2 അല്ലേ. അപ്പോൾ അതിൻ്റെ എന്താ 2 വീതം വരും. ഇപ്പോൾ 2 2 4 4 + 10 14 ഗ്രൂപ്പ് നമ്പർ എന്ന് വരിക. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ S സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം തൊട്ടു മുമ്പുള്ള D സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുന്നതാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. ഇപ്പോൾ സ്കാൻഡിയം 21 അറ്റോമിക് നമ്പർ. എൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s2 3d1 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 3 വരും. കാരണം ബാഹ്യ S സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം തൊട്ട് മുമ്പുള്ള D സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുന്നതാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. ഇവിടെ 4s 3dയും വരും. അതിൻ്റെ കൂടെ കിടക്കുന്ന ഏതൊക്കെയാണ്? 2ഉം 1ഉം അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 3. ഇനി 1 ഗ്രാം ഹൈഡ്രജനിൽ 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് അവോഗാഡ്രോ. അവോഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നത് 6.022 × 10⁻23 ആണ്. 6.22 ×
23 കണികകളടങ്ങിയ പദാർത്ഥത്തിൻ്റെ അളവാണ് 1 മോൾ. 1 മോൾ ആറ്റങ്ങളുടെ മാസ് 1 ഗ്രാം ആറ്റത്തിന് തുല്യമാണ്. അന്താരാഷ്ട്ര മോൾ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 23 പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഭാരം 1.672 × 10⁻27 കിലോഗ്രാം. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഭാരം 9.1 × 10⁻31 കിലോഗ്രാം. ന്യൂട്രോണിൻ്റെ ചാർജ് ഇല്ല. അതിൻ്റെ ഭാരം 1.67 × 10⁻27 കിലോഗ്രാമാണ്. ഇനി കണ്ടുപിടിച്ചവർ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക കണ്ടുപിടിച്ചത് ജെ തോംസൺ. ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്സ് മോഡൽ കണ്ടുപിടിച്ചത് ഇർവിൻ ഷ്രോഡിംഗർ ആണ്. അനിശ്ചിതത്വ സിദ്ധാന്തം അഥവാ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കണ്ടെത്തിയത് ഹെയ്സൻബർഗ് ആണ്. അടുത്ത ചോദ്യം. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? എ. സമ്പർക്ക പ്രക്രിയ, ബി. ഹേബർ പ്രക്രിയ, സി. ഹാൾ-ഹൊറാൾട്ട് പ്രക്രിയ, ഡി. ബേയർ പ്രക്രിയ. ഉത്തരം ബി. ഹേബർ പ്രക്രിയയാണ്. അപ്പോൾ അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹേബർ പ്രക്രിയ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിർമ്മാണ പ്രക്രിയകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലോറിൻ വാതകത്തിൻ്റെ ഉൽപ്പാദനം അറിയപ്പെടുന്നത് ഡീക്കൺസ് പ്രക്രിയ എന്നാണ്. സോഡിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡൗൺസ് പ്രക്രിയ. ഖനജലം ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഗിർഡലൻ സൾഫൈഡ് പ്രക്രിയ. മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡോപ്പ് പ്രക്രിയ. ഹൈഡ്രജൻ്റെ വ്യാവസായിക ഉൽപ്പാദനമാണ് ബോഷ് പ്രക്രിയ. അലൂമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദനം ഹാൾ-ഹൊറാൾട്ട് പ്രക്രിയ. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ ഓസ്വാൾഡ് പ്രക്രിയ. ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ബേയേഴ്സ് പ്രക്രിയ. കുലീന ലോഹങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സൈനൈഡ് പ്രക്രിയ. ഉരുക്കിൻ്റെ വ്യാവസായിക ഉൽപ്പാദനമാണ് ബേസിമർ പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണം സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ്സ്. സൾഫർ നിർമ്മാണ പ്രക്രിയയാണ് ഫ്രാഷ് പ്രക്രിയ. ജലം, ആൽക്കഹോൾ എന്നിവയുടെ മിശ്രിതത്തിൽ നിന്ന് ആൽക്കഹോൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡിസ്റ്റിലേഷൻ. സമുദ്രജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് ബാഷ്പീകരണം വഴിയാണ്. സമുദ്രജലത്തിൽ നിന്നും ജലം ശുദ്ധീകരിച്ചെടുക്കുന്നത് ഡിസ്റ്റിലേഷൻ വഴിയാണ്. സമുദ്രജലത്തിൽ നിന്നും ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഡിസാലിനേഷൻ. ടൈറ്റാനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ക്രോൾ പ്രക്രിയ. ഇതൊന്നുകൂടി നോക്കുക. ക്ലോറിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഡീക്കൺസ് പ്രോസസ്. സോഡിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഡൗൺസ് പ്രോസസ്. ഖനജല ഉൽപ്പാദനം ഗിർഡലിൻ സൾഫൈഡ് പ്രക്രിയ. മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഡോപ്പ് പ്രക്രിയ. ഹൈഡ്രജൻ വ്യാവസായിക ഉൽപ്പാദനം ബോഷ് പ്രോസസ്. അലൂമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദനം ഹാൾ-ഹൊറാൾട്ട് പ്രക്രിയ. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ ഓസ്വാൾഡ് പ്രക്രിയ. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ബേയേഴ്സ് പ്രക്രിയ. കുലീന ലോഹങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ സൈനൈഡ് പ്രക്രിയ. ഉരുക്കിൻ്റെ വ്യാവസായിക ഉൽപ്പാദനം ബെസിമർ പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണം സമ്പർക്ക പ്രക്രിയ. സൾഫർ നിർമ്മാണ പ്രക്രിയ ഫ്രാഷ് പ്രക്രിയ. ജലം, ആൽക്കഹോൾ എന്നിവയുടെ മിശ്രിതത്തിൽ നിന്നും ആൽക്കഹോൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡിസ്റ്റിലേഷൻ. സമുദ്രജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് ബാഷ്പീകരണം. സമുദ്രജലത്തിൽ നിന്നും ജലം ശുദ്ധീകരിച്ചെടുക്കുന്നത് ഡിസ്റ്റിലേഷൻ. സമുദ്രജലത്തിൽ നിന്നും ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഡിസാലിനേഷൻ. ടൈറ്റാനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ക്രോൾ പ്രക്രിയ. അതേപോലെ മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്കലാണ്. ഇപ്പോൾ നിക്കലിനെ വേർതിരിക്കാനാണ് മോൺസ് പ്രക്രിയ യൂസ് ചെയ്യുന്നത്. മോൺസ് പ്രക്രിയ. അടുത്ത ചോദ്യം. ഇത് ഇത്രയേ ഉള്ളൂ. 40 ചോദ്യങ്ങൾ നമ്മൾ GK സെക്ഷനിൽ കവർ ചെയ്ത്. ഇനി അങ്ങോട്ടുള്ള 41 തൊട്ടുള്ള 49 വരെയുള്ള ചോദ്യം നമ്മൾ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ഉണ്ട് GK സെക്ഷനിൽ. 50ാമത്തെ ചോദ്യമായ മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ എ പ്ലാസ്മോഡിയം, ബി വൈറസ്, സി ഫംഗസ്, ഡി ബാക്ടീരിയ. ഓപ്ഷൻ എ പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിലേക്ക് പോവാണ്. രോഗങ്ങളും രോഗകാരികളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളറ, ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, ഡിഫ്തീരിയ, ടൈഫോയിഡ്, വില്ലൻ ചുമ, പ്ലേഗ്, എലിപ്പനി, ഗൊണറിയ, സിഫിലിസ്, ആന്ത്രാക്സ്, തൊണ്ടകാറൽ, ഭക്ഷ്യവിഷബാധ ഇതെല്ലാം തന്നെ ബാക്ടീരിയൽ രോഗങ്ങളാണ്. കോളറ ഉണ്ടാക്കുന്ന വിബ്രിയോ കോളറ. ക്ഷയം ഉണ്ടാക്കുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. കുഷ്ഠം ഉണ്ടാക്കുന്നത് മൈക്കോബാക്ടീരിയം ലെപ്രെ. ടെറ്റനസ് ഉണ്ടാക്കുന്നത് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത് കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയ. ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് സാൽമോണല്ല ടൈഫി. വില്ലൻ ചുമ ബോർഡറ്റെല്ല പെർട്ടൂസിസ്. പ്ലേഗ് എർസീനിയ പെസ്റ്റിസ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇലക്ട്രോഹെമറേജിയ. ഗൊണറോയിയ നിസറേറിയ ഗൊണറോയിയ. സിഫിലിസ് ട്രിപ്പോണിമ പല്ലിടം. ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ്. തൊണ്ടകാറൽ സ്ട്രെപ്റ്റോകോക്കസ് ആണ് തൊണ്ടകാറലിന് കാരണമാകുന്നത്. ഭക്ഷ്യവിഷബാധ സാൽമോണല്ല സ്റ്റഫൈലോകോക്കസ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. അടുത്ത വൈറൽ ഡിസീസസ് ആണ്. എയ്ഡ്സ്, ചിക്കൻ പോക്സ്, ജലദോഷം, മീസിൽസ്, ചിക്കൻ ഗുനിയ,
പോളിയോമൈലിറ്റിസ്, പേവിഷബാധ, അരിമ്പാറ, വസൂരി, ഡെങ്കിപ്പനി, സാർസ്, പന്നിപ്പനി, പക്ഷിപ്പനി. എയ്ഡ്സ് HIV ആണ്. HIV വൈറസ് ആണ് ഉണ്ടാക്കുന്നത്, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ചിക്കൻ പോക്സ് വേരിസില്ല സോസ്റ്റർ വൈറസ് ആണ്. ജലദോഷം റൈനോ വൈറസ് ആണ്. മീസിൽസ് റൂബിയോള വൈറസ് ആണ്. ചിക്കൻ ഗുനിയ വൈറസ് ആൽഫ വൈറസ് എന്ന് പറയപ്പെടാറുണ്ട്. പോളിയോമൈലിറ്റിസ് പോളിയോ വൈറസ് ആണ്. പേവിഷബാധ റാബീസ് വൈറസ് ആണ്, അല്ലെങ്കിൽ ലിസ്റ്റ വൈറസ് എന്നറിയപ്പെടാറുണ്ട്. അരിമ്പാറ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. വസൂരി വേരിയോള വൈറസ് ആണ്. ഡെങ്കിപ്പനി IgM ഡെങ്കി വൈറസുകളാണ്, ഫ്ലാവി വൈറസ് എന്ന് പറയപ്പെടാറുണ്ട്. സാർസ് കൊറോണ വൈറസ് ആണ്. പന്നിപ്പനി H1N1 വൈറസ് ആണ്. പക്ഷിപ്പനി H5N1 വൈറസ് ആണ്. ഫംഗസ് രോഗങ്ങൾ അത്ലറ്റ് ഫുട്ട് എന്ന് പറയുന്നത് എപ്പിഡോർമോ ഫൈറ്റോൺ ഫ്ലോക്കോസം എന്ന് പറയുന്ന രോഗാണു ഉണ്ടാക്കുന്നതാണ്. കാൻഡിയാസിസ് കാൻഡിഡ ആൽബിക്കൻസ് ആണ് രോഗകാരി. റിംഗ് വേം മൈക്രോസ്പോറമാണ് രോഗകാരി. ആസ്പെർജിലോസിസ് എന്ന് പറയുന്ന അസുഖം വരുന്നത് ആസ്പെർജിലോസിസ് ഓട്ടോമൈക്കോസിസ് ആണ്. അപ്പോൾ കോളറ വിബ്രിയോ കോളറ, ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, കുഷ്ഠം മൈക്കോബാക്ടീരിയം ലെപ്രെ, ടെറ്റനസ് ക്ലോസ്ട്രീഡിയം ടെറ്റനി, ഡിഫ്തീരിയ കൊറേനിബാക്ടീരിയം ഡിഫ്തീരിയ, ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി, വില്ലൻ ചുമ ബോർഡെറ്റില പെർട്ടൂസിസ്, പ്ലേഗ് എർസീനിയ പേസ്റ്റിസ്, ലിപ്പനി ലെപ്റ്റോസ്പൈറ ഇലക്ട്രോഹെമറേജിയ, ഗോണറിയ നിസറിയ ഗോണറിയ, സിഫിലിസ് ട്രിപ്പോണിമ പല്ലിടം, ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ്, തൊണ്ടകാറൽ സ്ട്രെപ്റ്റോകോക്കസ്, പക്ഷിവിഷബാധ സാൽമോണല്ല, സ്റ്റെഫൈലോകോക്കസ്, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ഇത്രയും ബാക്ടീരിയൽ രോഗങ്ങളാണ്. അടുത്ത വൈറസ് രോഗങ്ങൾ എയ്ഡ്സ് HIV, ചിക്കൻ പോക്സ് വേരിസെല്ല സോസ്റ്റർ വൈറസ്, ജലദോഷം റൈനോ വൈറസ്, മീസിൽസ് റൂബിയോള വൈറസ്, ചിക്കൻ ഗുനിയ വൈറസ്, പോളിയോമൈലിറ്റിസ് പോളിയോ വൈറസ്, പേവിഷബാധ റാബിൽ വൈറസ്, അരിമ്പാറ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, വസൂരി വൈരിയോള വൈറസ്, ഡെങ്കിപ്പനി IgM ഡെങ്കി വൈറസുകൾ, സാർസ് കൊറോണ വൈറസ്, പന്നിപ്പനി H1N1, പക്ഷിപ്പനി H5N1. ഇതെല്ലാം വൈറസ് രോഗങ്ങളാണ്. അടുത്ത ഫംഗസ് രോഗങ്ങളായിട്ടുള്ള അത്ലറ്റ് ഫുട്ട് എപ്പിഡെർമ ഫൈറ്റോൺ ഫ്ലോക്കോസമാണ് ഓർഗാനിസം. കാൻഡിയാസിസ് പരത്തുന്നത് കാൻഡിഡ ആൽബിക്കൻസ്, റിംഗ് വേം പരത്തുന്നത് മൈക്രോസ്പോറം, ആസ്പെർജിലോസിസ് പരത്തുന്നത് ആസ്പെർജില്ലസ് ഓട്ടോമൈക്കോസിസ്. അപ്പോൾ ഇതോടുകൂടി GK സെക്ഷനുള്ള 50 ചോദ്യങ്ങൾ ഇവിടെ കവർ ചെയ്യുകയാണ്. നമുക്ക് സമയക്കുറവ് മൂലവും മെയിനായിട്ടുള്ള വിഷയം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. സ്ക്രീൻ റെക്കോർഡിങ് നടക്കൽ പോസിബിൾ അല്ലായിരുന്നു. എന്തോ സിസ്റ്റം ഹാങ് ആയതാണോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് അറിയുന്നില്ല. ഇപ്പോൾ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് 2-3 തവണ റീസ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ സ്പേസും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തപ്പോഴാണ് സിസ്റ്റം തന്നെ റെഡി ആയത്. അതുകൊണ്ടാണ് ഇത്രയും ലാഗ് വന്നതും ഈ ഒരു മിഷനിൽ റിവിഷൻ നമുക്ക് നടത്താൻ പോകാതെ വന്നതും. എന്തായാലും GK സെഷൻസ് കംപ്ലീറ്റ് കവർ ചെയ്തു. ഇനി ഇതിൽ ആപ്പാട് 5 മാത്സും 5 ഇംഗ്ലീഷും കൂടിയേ ബാക്കി നിൽക്കുന്നുള്ളൂ. ബാക്കി ഫുള്ള് സിലബസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. റിവിഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി വരുന്ന സീസണുകളിൽ അല്ലെങ്കിൽ വരുന്ന സെഷനുകളിൽ അല്ലെങ്കിൽ വരുന്ന ടോപ്പിക്സ്, അതായത് ഇനി LDCയിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ SCRTയുടെ സോഷ്യൽ നിന്നും സയൻസിൽ നിന്നുമുള്ള ചാപ്റ്ററുകൾ, കൂടാതെ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുന്ന കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ പറയുന്ന പോലെ തന്നെ തീർത്ത് അതിൻ്റെ റിവിഷനും അപ് ടു ഡേറ്റ് ആയിട്ട് നടന്നു പോകുന്നതായിരിക്കും. ഇതിപ്പോൾ ഒരു തുടക്കമായതുകൊണ്ട് നമ്മളൊരു സാമ്പിളായിട്ട് എടുത്ത് എന്തായാലും നമുക്ക് 4-5 ദിവസം കൊണ്ട് നമ്മൾ പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി കുറച്ചുകൂടി ടൈം എടുത്ത് ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് പോകുന്നതാണ്. റിവിഷനും കൂടെ നടന്നു പോകുന്നതാണ്. എന്തായാലും സഹകരിച്ച എല്ലാവർക്കും താങ്ക് യു.